ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിന്റെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ അവസരം, അല്ലെങ്കിൽ ഒരു സുവർണാവസരം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പൊ അതും കൂടി എല്ലാവരും നോക്കുക. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഓരോ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ചധികം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ക്ലാസ്സുകൾ, ഏകദേശം ഒരു 17 ക്ലാസ്സുകളോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പ്രിലിംസിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കേരള ഹിസ്റ്ററിയാണ്. അതിലത്തെ ഏകദേശം 17 ക്ലാസ്സുകൾ നമ്മൾ വളരെ നന്നായിട്ട് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഒരു എക്സാം വിളിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ ഒന്നുമില്ല. എല്ലാം നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളാണെങ്കിലും ഏറ്റവും ബേസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ തമാശ തോന്നിയേക്കാം. പക്ഷേ ആക്റ്റീവ് വോയിസിലേക്കും പാസീവ് വോയിസിലേക്കും അങ്ങനെയുള്ള പല ഇംഗ്ലീഷിന്റെ മേഖലയിലേക്കും നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കുഞ്ഞു സാധനമാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, ഐ, മീ, മൈ, മൈൻ, അതായത് ഐയുടെ ഡിഫറെന്റ് ഫോംസുകൾ. പക്ഷെ നമ്മൾ ഓരോ സാഹചര്യത്തിലും അല്ലെങ്കിൽ മീനിങ്ങിലും ഡിഫറെന്റ് രീതിയിലാണ് അതിനെ യൂസ് ചെയ്യുക. അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐയുടെ മീനിങ് എന്താ? ഞാൻ എന്ന അർത്ഥത്തിലാണ്. ഐ ആം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാ അല്ലെ. ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഐ നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. എന്നാൽ മീ എന്ത് അർത്ഥത്തിലാ? എന്നെ എന്നാണ് മീ എന്ന് വരുമ്പോ. ഓക്കെ, മൈ എൻ്റെ എന്ന അർത്ഥത്തിലാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് ആണെങ്കിലും നിങ്ങളത് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത്, ഇറ്റ്സ് മൈൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ മൈൻ എന്ന് പറഞ്ഞാൽ എന്റേത് എന്ന മീനിങ്ങിലും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. ഐ എന്നാൽ ഞാൻ എന്ന മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മീ എന്നെ എന്ന അർത്ഥത്തിലാണ് മീ എന്നെ. മൈ എൻ്റെ, മൈൻ എന്റേത് എന്ന അർത്ഥത്തിലും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് യുയിലേക്ക് പോവാണ് നമ്മൾ. യു എന്ന് പറഞ്ഞാൽ എന്താ? നീ അല്ലെ. നീ എന്ന മീനിങ് ആണ് യുവിനുള്ളത്. എന്നാൽ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നായി അല്ലെ. അപ്പൊ നിങ്ങളായി. ഓക്കെ, യുവേഴ്സ് എന്താണ്? നിങ്ങളുടെ. എന്താണ്? യുവേഴ്സ് ആയപ്പോ അത് നിങ്ങളുടെ ആയി. നിങ്ങൾ, നിങ്ങളുടെ. ഇതിന്റെ ആ ഒരു ഡിഫറൻസ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് യുവേഴ്സ് ആയി. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഇത് നിങ്ങളെ മൈൻഡിൽ എന്താ പറയാനുണ്ട്, വേരൂന്നണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായിരിക്കണം. അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും മൈൻ, മീ, ഐ, യു, യുവർ, യുവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പ്രയോഗിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഭയങ്കര ഒരു രസമായിട്ട് മാറുള്ളൂ, അല്ലെങ്കിലും തെറ്റാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അത് മാത്രമല്ല, ഗ്രാമറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുഞ്ഞു കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ പഠിച്ചാലല്ലേ അല്ല. കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിയാൽ വലിയ ഗ്രാമറുകളൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ദേ എങ്ങനെയാ യൂസ് ചെയ്യുക? ദേ, അവർ എന്നാണ് ദേയുടെ മീനിങ് അല്ലെ. എന്നാൽ ദെം ആണെങ്കിലോ അവരെ. എന്താണ്? ദെം, അവരെ. നെക്സ്റ്റ് ദയർ, അവരുടെ. എന്താണ്? ദയർ, അവരുടെ. ഓക്കെ, ദേ, അവർ, ദെം, അവരെ, ദയർ, അവരുടെ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വിയുടെ ഫോംസ് ആണ്. വി ഞങ്ങൾ, അസ് ഞങ്ങളെ, അവേഴ്സ് ഞങ്ങളുടെ. ക്ലിയർ. വി ഞങ്ങൾ, അസ് ഞങ്ങളെ, അവേഴ്സ് ഞങ്ങളുടെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കാനുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഹീയുടെ ഫോംസിലേക്ക് കടക്കുകയാണ്. ഹി അവൻ, ഹിസ് അവന്റെ, ഹിം അവനെ. ക്ലിയർ ആയോ? ഹി അവൻ, ഹിസ് അവന്റെ, ഹിം അവനെ. അപ്പോൾ ഹീയുടെ ഒരു ഡിഫറെന്റ് ഫോം നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ഷീ.
ഷീക്ക് 2 ഫോംസ് ആണ്, ഷീ അവൾ നമുക്കറിയാം അല്ലെ. ഷീ അവൾ. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നും അവളെ എന്നും അർത്ഥമുണ്ട്. ഹിസ്സും ഹിമ്മും പോലെ 2 ഡിഫറെന്റ് ഫോംസ് ഇല്ല. ഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ, അതുപോലെ തന്നെ അവളെ, ആ 2 മീനിങ്ങും നമുക്ക് അതിന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഒന്നും കൂടി പഠിച്ചു വെക്കുക. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മീനിങ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിലേക്ക് ഓർമ്മ വരണം. ഐ, മീ, മൈ, മൈൻ, ഞാൻ, എന്നെ, എന്റെ, എന്റേത്. യു, യുവർ, യുവേഴ്സ്, നീ, നിങ്ങൾ, നിങ്ങളുടെ. ക്ലിയർ. ദേ, ദം, ദെയർ, അവർ, അവരെ, അവരുടെ. വി, അസ്, അവേഴ്സ്, ഞങ്ങൾ, ഞങ്ങളെ, ഞങ്ങളുടെ. ഓക്കെ. ദെൻ ഹി, ഹിസ്, ഹിം, അവൻ, അവന്റെ, അവനെ. ഷീ, ഹെർ, അവൾ, അവളുടെ അല്ലെങ്കിൽ അവളെ എന്നുള്ള യൂസ് വരും. ദെൻ ഇറ്റ്, അത്, ഇത്. ഓക്കെ, അപ്പൊ ആ അതും ഇതും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതോ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ എന്താ പറയാ ഡിസ്കസ് ചെയ്യേണ്ടതൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു കുഞ്ഞു ക്ലാസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ പ്രസന്റും പിന്നെ അതുപോലെ തന്നെ പാസ്റ്റിലും, അതായത് യൂസ് ചെയ്യുന്ന ഈസ്, ആം, ആറും അതുപോലെ തന്നെ വാസ്, വേറും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈസ്, ആം, ആറിന്റെ യൂസേജും അതുപോലെ തന്നെ വാസ്, വേറിന്റെ യൂസേജും നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതായത് ഇത് ഫ്യൂച്ചർ ടെൻസിനൊന്നും ഉള്ള ടെൻസിന്റെ ക്ലാസ്സുകളൊന്നും അല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ വിൽ ബി നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് വിൽ ബി, വാസ്, വേർ, അതുപോലെ ഈസ്, ആം, ആർ ഒക്കെ പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ആണ് എന്ത്, വിൽ ബി. ആയിരിക്കും എന്ന മീനിങ്ങിലാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, വിൽ ബീനെ യൂസ് ചെയ്യുക. എന്ത് ടേമില്, ആയിരിക്കും എന്നർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആയിരിക്കും, നാളെ ഞാൻ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ ഒരു 10 years ഞാനൊരു പ്രൊഫഷണൽ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ഡാൻസർ ആയിരിക്കും, അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ അടുത്ത മണിക്കൂറിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ആയിരിക്കും ഫ്യൂച്ചറിലുള്ള ഒരു കോൺസെപ്റ്റിനെ പറയുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ടേം ആണ് വിൽ ബി എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. ഐ വിൽ ബി റൈറ്റിംഗ് ആൻ എക്സാം ടുമാറോ അറ്റ് 1:30 PM. ഐ വിൽ ബി റൈറ്റിംഗ് ആൻ എക്സാം ടുമാറോ അറ്റ് 1:30 PM. നാളെ 1:30 ഞാന് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ, എഴുതുകയായിരിക്കും. അപ്പൊ ഞാൻ നാളെ 1:30 ഉച്ചയ്ക്ക് 1:30 എന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഐ വിൽ ബി റൈറ്റിംഗ് ആൻ എക്സാം ടുമാറോ അറ്റ് 1:30 PM. നെക്സ്റ്റ്, ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ നെക്സ്റ്റ് മന്ത്. അവര് നെക്സ്റ്റ് മന്ത് എന്തായിരിക്കും, ഫുട്ബോൾ കളിക്കുകയായിരിക്കും. ഓക്കെ, ജസ്റ്റ് യൂസ് ചെയ്യാൻ. ഇതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഒരു ഫിക്സഡ് ഡേറ്റ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്നുകൂടി മാറും. പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കും. ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ അറ്റ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ക്ലിയർ. ഐ വിൽ ബി ദർ ഇൻ ആൻ അവർ. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും എന്ന് പറയില്ലേ. നമ്മൾ ജസ്റ്റ് പറയില്ലേ, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തുട്ടോ എന്ന് പറയില്ലേ. ഐ വിൽ ബി ദർ ഇൻ ആൻ അവർ. ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ ആൻ അവർ. നെക്സ്റ്റ്, ദേ വിൽ ബി എ ഗ്രേറ്റ് ഡാൻസർ വൺ ഡേ. അതായത് ദേ ആണ്, ദേ വിൽ ബി എ ഗ്രേറ്റ് ഡാൻസർ വൺ ഡേ. അവർ ഒരു ദിവസം മികച്ച നർത്തകരാവും. അവരിപ്പോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഓരോ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ അവരെ കാണുമ്പോൾ എന്തായാലും അവരൊരു ദിവസം നല്ല അടിപൊളി അല്ലെങ്കിൽ മികച്ച ഒരു നർത്തകരായി തീരും എന്നുള്ളതിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ദേ വിൽ ബി എ ഗ്രേറ്റ് ഡാൻസർ വൺ ഡേ. ഓക്കെ, നെക്സ്റ്റ്, ദേ വിൽ ബി ലേറ്റ് ഇഫ് ദേ ഡോണ്ട് ലീവ് നൗ. അവരിപ്പോ പോയിട്ടില്ലെങ്കിൽ വൈകാൻ ചാൻസ് ഉണ്ട്. അവരിപ്പോ പോയിട്ടില്ലെങ്കിൽ അത് ഫ്യൂച്ചറിലേക്കുള്ളാണല്ലേ, അവര് വൈകും, അവിടെ എത്തുമ്പോഴേക്കും വൈകും. ഓക്കെ, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ചില ഇത് നമ്മൾ മനസ്സിലാക്കുക. They will be late if they don't leave now. Okay, clear ആണല്ലോ. Okay, next, he will be a doctor after completing his studies. പഠനം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അവനൊരു ഡോക്ടർ ആവും, അല്ലെ. അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ ഡോക്ടർ ആവോ ഇല്ലേന്ന്, സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ അല്ലെ. അപ്പോൾ he will be a doctor after completing his studies. അവന്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം അവനൊരു ഡോക്ടർ ആകും. അപ്പൊ നോക്കൂ, വിൽ ബി യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഈസും ആമും ആറും ഉപയോഗിച്ച് പ്രസന്റ് കണ്ടീഷൻസുകൾ എങ്ങനെയാണ് പറയാന്ന് പറഞ്ഞു. വാസും വേറും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പാസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ പറയാം. അതുപോലെ തന്നെ ഗ്രാമറിലേക്ക് വരുമ്പോഴും അതിനെ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റുമ്പോഴൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിൽ ബിയും നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ആയിരിക്കും എന്ന് പറഞ്ഞ ഒരു ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിൽ ബി യൂസ് ചെയ്യാന്ന് ആദ്യം മനസ്സിലാക്കുക. കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോവുകയാണ്. They will be writing an exam tomorrow at 1:30 PM. They will be playing football next month. I will be there in an hour. They will be a great dancer one day. They will be
late. If they don't leave now, he will be a doctor after completing his studies. Clear? ഇനി using ing only when a verb, അതായത് verb വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ ing യൂസ് ചെയ്യണം. നോക്കൂ, റൈറ്റിംഗ്, പ്ലേയിങ് എന്നൊക്കെ വരുമ്പോൾ ing യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക ഇങ്ങനത്തെ കണ്ടീഷൻസുകളിൽ. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളെ മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്തിട്ട് 2026 ഒരു ഗോൾഡൻ ഇയർ ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.